സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഇസബെല്ല വിളിച്ചത് പ്രകാരം നന്ദനാണെങ്കിൽ രജനി ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണ്ട, ഇസബെല്ലയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ നന്ദൻ എന്തോ പ്രയോജനം വരുന്ന കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണല്ലോ ഇസബെല്ല വിളിച്ചിരിക്കുന്നത്. അപ്പോൾ കാര്യം തിരക്കുമ്പോൾ ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട കുറേ സിറ്റുവേഷൻസ് ആണ് ഇസബെല്ല പറയുന്നത്. അതായത് നന്ദനെ ഋഷിയുമായി ബന്ധപ്പെട്ട കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും താൻ ഒഴിവാക്കി കൊണ്ടുവരാൻ നോക്കുമ്പോൾ ദേവിക കേസ് കൂടുതൽ ശക്തമാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം ഋഷിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അർജൻറ്റായിട്ട് കണ്ടുപിടിച്ച് തരണം, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ അങ്കിളിനെ കേസിൽ നിന്നും മാറ്റുമെന്ന് ദേവിക ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവികയെ നന്ദൻ്റെ മനസ്സിൽ ശത്രുവാക്കി ചിത്രീകരിക്കുന്നു. നന്ദനാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഇസബെല്ലയുടെ കൂടെ നിൽക്കുന്നെങ്കിലും ദേവികയെ അങ്ങനെ വെറുക്കാനൊന്നും നന്ദനെയും കൊണ്ടാകില്ല. എന്നാൽ രജനി ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തുന്ന പ്രഭാവതിയും അതുപോലെ സിദ്ധുവും രജനിയെ സമ്മാനങ്ങൾ കൊടുത്തും അതുപോലെ പേരക്കുഞ്ഞുണ്ടാകുന്നതിൻ്റെ സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുന്ന ആ സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ കെ നായരാണെങ്കിൽ ഗിരീഷിനെ കാണാനായിട്ട് ഗിരീഷിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. പ്രഭാവതിയും സിദ്ധാർത്ഥൻ സാറും ഗിരീഷിൻ്റെ വീട്ടിലുള്ളത് അറിയാതെയാണ് കെ നായർ ഗിരീഷിനെ കാണാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നിനുമല്ല, കെ നായരുടെ പ്രൊജക്റ്റിനെതിരെ ശക്തമായിട്ട് സമരവും അതുപോലെ പ്രഖ്യാപനമായിട്ട് നടക്കുന്ന ഗിരീഷിനെ എങ്ങനെയെങ്കിലും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സമരത്തിൽ നിന്ന് പിൻവലിക്കുക എന്നതാണ് പുള്ളിക്കാരൻ്റെ ഉദ്ദേശം. അങ്ങനെ ക്യാഷ് കൊടുത്തിട്ടും ഏൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഭീഷണി രൂപത്തിൽ ഗിരീഷിനെ വിരട്ടി സമരം എങ്ങനെയെങ്കിലും തണുപ്പിക്കാനാണ് പുള്ളിക്കാരൻ്റെ ഉദ്ദേശം. ഒട്ടും ഒപ്പിട്ട് കൊടുക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ദേവിയെ കൊണ്ട് നിസ്സാരമായി പ്രൊജക്റ്റ് അംഗീകരിപ്പിച്ച് ഒപ്പിടിപ്പിച്ച് മേടിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഗിരീഷിനെ കയ്യിലാക്കാൻ പറ്റുമെന്നും, അല്ല സമരമായിട്ട് മുന്നോട്ട് പോകാനാ എൻ്റെ പ്രൊജക്റ്റ് ക്യാൻസൽ ചെയ്യിക്കാനാ ഉദ്ദേശമെങ്കിൽ ഒരു കാര്യം ഗിരീഷ് മറക്കണ്ട, അച്ഛനില്ലാത്ത കൊച്ചിന് രജനി ജന്മം നൽകേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് കേട്ടുകൊണ്ട് സിദ്ധാർത്ഥൻ സാറും അതുപോലെ പ്രഭാവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥൻ സാറാണെങ്കിൽ ആ വെല്ലുവിളിക്ക് ശക്ത മറുപടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗിരീഷിനെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഭീഷണിപ്പെടുത്തി തണുപ്പിക്കാൻ പറ്റുമെങ്കിലും ഉറപ്പായിട്ടും രാമപുരത്തെ ജനങ്ങൾ ഈ പ്രൊജക്റ്റിനെതിരെ സമരവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കും. എൻ്റെ പാർട്ടിക്കാർ നിങ്ങൾക്ക് അനുകൂലമാണെന്ന് എനിക്കറിയാം, പക്ഷേ ഈ സമരത്തിന് ഗിരീഷിൻ്റെ പാർട്ടിക്ക് പൂർണ്ണ പിന്തുണയായിട്ട് ഞാനും ഒപ്പം കാണും എന്ന് പറയുമ്പം അവിവേക നിങ്ങൾ ഈ കാണിക്കാൻ പോകുന്നത്, ഇതിന് വലിയ വില നിങ്ങൾ നൽകേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് കെ നായർ ഭീഷണിപ്പെടുത്തുമ്പോൾ സിദ്ധാർത്ഥൻ സാറ് പറയുന്നു, താൻ കുറേ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, താൻ എന്ത് കരുതി ദേവിയെയും കൊണ്ടൊരു ഒപ്പ് മേടിപ്പിച്ചു കഴിഞ്ഞാൽ തൻ്റെ വിചാരം പോലെ രാമപുരത്ത് എന്ത് നടക്കുമെന്നോ? ഒരു കാര്യം മനസ്സിലാക്കണം, ജനങ്ങൾ ശക്തമായിട്ട് സമരവുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു പ്രൊജക്റ്റും വരാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കെ നായർ അങ്ങ് പറഞ്ഞു വിടുമ്പോൾ കെ നായർ എല്ലാവരെയും വെല്ലുവിളിച്ചിട്ടാണ് പോകുന്നത്. അതേസമയം രജനിക്കാണെങ്കിൽ നല്ല പേടിയാകുന്നു. കാരണം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഈ സമയത്ത് സമാധാനവും സന്തോഷവും വേണ്ട ആ ഒരു സാഹചര്യത്തിലാണ് ഭർത്താവിനെ കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയ ഒരാൾ വീട്ടുമുറ്റത്തുനിന്ന് പോകുമ്പോൾ ഏത് പെൺകുട്ടിക്കാണെങ്കിലും അത് പെട്ടെന്ന് ഉൾക്കൊള്ളാനോ നിസ്സാരമായിട്ട് വെറുതെ വിടാനോ പറ്റില്ലല്ലോ. അവൾ കരയുന്നത് കണ്ടിട്ട് പ്രഭാവതിയും അതുപോലെ ഗിരീഷിൻ്റെ അമ്മയും സമാധാനിപ്പിക്കുന്നു. മോള് വിഷമിക്കേണ്ട, അങ്ങനെയൊന്നും സംഭവിക്കില്ല, അയാൾ ചുമ്മാ ഭീഷണിപ്പെടുത്താൻ ഓരോന്നും പറഞ്ഞല്ലേ ഉള്ളെന്ന് നമ്മുടെ സിദ്ധാർത്ഥൻ സാറും സമാധാനിപ്പിക്കുന്നുവെങ്കിലും രജനിക്കതൊന്നും ആശ്വാസമാകുന്നില്ല. അതേസമയം ഗിരീഷിൻ്റെ അമ്മ അവരോടായിട്ട് പറയുന്നു, ഇത് രണ്ടാമത്തെ തവണയാണ് ഭീഷണിയായിട്ട് അയാൾ വന്നത്, പക്ഷേ ദേവിക മോള് പ്രൊജക്റ്റ് ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം അയാൾ ഗിരീഷിനെ എങ്ങനെയെങ്കിലും ഒതുക്കാനാണ് നോക്കുന്നത് എന്നൊക്കെ പറയുമ്പം നിങ്ങൾ ആരും പേടിക്കേണ്ട, ഇതിനുള്ള മറുമരുന്ന് ഞാൻ തന്നെ കൊടുത്തേക്കാമെന്ന് സിദ്ധാർത്ഥൻ സാറ് വാക്ക് പറയുന്നു. അതേസമയം രാധികയും മാധവനും അതുപോലെ ശാരികയും രജനിയെ കാണാനായിട്ട് കുറേ പലഹാരമായിട്ട് രജനിയുടെ വീട്ടിലേക്ക് വരുന്നു. ആ സമയത്താണെങ്കിൽ സിദ്ധാർത്ഥൻ സാറും പ്രഭാവതി മേഡം ഒന്നും പോയിട്ടില്ലായിരുന്നു. എന്നാൽ ദേവികയാണെങ്കിൽ അല്പസമയത്തിനുള്ളിൽ രജനി ചേച്ചിയുടെ വീട്ടിൽ വരുന്നുണ്ട്. എന്നാൽ ഇസബെല്ലയാണെങ്കിൽ നന്ദനെ ഇട്ട് വിടുന്നുമില്ല. അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് മാക്സിമം സമയം തള്ളി നീക്കുന്നു. ഒരു കാരണവശാലും രജനി ചേച്ചിയുടെ വീട്ടിലേക്ക് ഇന്ന് നന്ദൻ പോകരുത് എന്ന ഉദ്ദേശമാണ് ഇസബെല്ലയ്ക്കുള്ളത്. അങ്ങനെ ചെല്ലാതിരിക്കുമ്പോൾ ഉറപ്പായിട്ടും നന്ദനും ദേവികയും തമ്മിൽ പ്രശ്നമാകും. ആ പ്രശ്നം എങ്ങനെയെങ്കിലും വഷളാക്കിക്കൊണ്ട് തൻ്റെ മനസ്സിലെ ആഗ്രഹം നന്ദനെ സ്വന്തമാക്കുക എന്ന ആഗ്രഹം നിറവേറ്റാനാണ് ഇസബെല്ല തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. ഋഷി മരിച്ചു എന്നുള്ള തെറ്റിദ്ധാരണയിൽ ഇസബെല്ലയും കെവിനും വരയ്ക്കുന്ന അല്ലെങ്കിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എന്തും അനുസരിക്കാൻ തയ്യാറായിട്ടാണ് നന്ദന് നിൽക്കുന്നത്. അതേസമയം മുരളിയോട് ദേവിക സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ടല്ലോ. ഇസബെല്ല ഉറപ്പായിട്ടും തൻ്റെ ജീവിതം തകർക്കാനാണ് വന്നിരിക്കുന്നത്, ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇനി ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ അധികം താമസിക്കാതെ നന്ദനും ഞാനും തമ്മിൽ പിണങ്ങി പിരിയേണ്ടി വരുമെന്ന് പറയുമ്പോൾ
മുരളി ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു. ദേവിക ഒരു കാരണവശാലും വിഷമിക്കേണ്ട, ദേവികയ്ക്ക് കട്ട സപ്പോർട്ടായിട്ട് ഞാൻ കൂടെ കാണും എന്ന് മാത്രമല്ല നന്ദനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം എന്നും വാക്ക് കൊടുക്കുന്നു. മാത്രമല്ല ദേവികയോട് ശാരികയുടെ വിവാഹകാര്യത്തെക്കുറിച്ച് തൽക്കാലം വീട്ടുകാരോട് പ്രഷർ ചെയ്യേണ്ടെന്നും ശാരികയ്ക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്നുള്ള ക്ലൂവും മുരളി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് ദേവിക ഇനി എന്ത് തീരുമാനിക്കുന്നെന്ന് കാത്തിരിക്കാം.